ദാ ഇയാളിപ്പോ എന്താ ഈ കാട്ടിക്കൊണ്ടിരിക്കണത്? ജയ എന്തൊക്കെ ഇയാള് കാട്ടിക്കൊണ്ടിരിക്കണതാണ് ഇപ്പൊ ജനങ്ങൾ ചിന്തിക്കുന്നത്. കാഴ്ച വൈകല്യമുള്ളവർക്ക് അതിനുള്ള സഹായം, കേൾവി വൈകല്യമുള്ളവർക്ക് അതിനുള്ള സഹായം, ഹൃദയ സംബന്ധമായ മറ്റേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളവർക്ക് അതിന് അതിന് വേറെ തരത്തിലുള്ള ഒരു സഹായം. ഏഹ് അറിഞ്ഞു വരേണ്ട വേറെ നമ്മളെ മമ്മൂക്കാനെ പറ്റിയിട്ടാണ്. മമ്മൂക്ക എന്താണ് ഓരോരുത്തർക്കുള്ള സഹായങ്ങൾ ഇങ്ങനെ ഓരോരോ രീതിയിൽ, അതായത് കേൾവിക്ക് കുറവുള്ളവർ, കേൾവി ശക്തിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർക്ക് അത് വേറെ, കാഴ്ചശക്തിക്ക് കുറവ് വൈകല്യമുള്ളവർക്ക് അത് വേറെ, അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള അത് സെക്ഷൻ വേറെ, അങ്ങനെ ഓരോരോ വെറൈറ്റി 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 എന്നല്ല, ഓരോരോ സെക്ഷനിൽ ഇയാൾ എന്ത് ചെയ്യാണ്, ഓരോ വിഭാഗത്തിലും ഇയാൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ കണ്ണിൻ്റെതാണ് വെച്ചെങ്കിൽ മമ്മൂക്കയും വേറെ ഒരു കണ്ണാശുപത്രിയും കൂടി സഹകരിച്ചിട്ടുള്ള പരിപാടി. അതുപോലെ ഹൃദയത്തിൻ്റെതാണ് വെച്ചെങ്കിൽ ഹൃദയം മമ്മൂക്ക, അതുപോലെ തന്നെ വേറെ ഹോസ്പിറ്റലും കൂടിയിട്ടുള്ള സഹകരിച്ചിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതികൾ. അതായത് സിനിമയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അയാളെ സമ്പാദ്യത്തിൽ നിന്ന് ഇത്ര ശതമാനം എന്ത് ചെയ്യാണ് ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പണത്തിനോട് ആർത്തില്ലാത്തൊരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ലെവലിൽ ഇങ്ങനെ ജനങ്ങളെ, പാവപ്പെട്ടവരെ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഓരോരോ ദിനം പ്രതി ഓരോരോ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യണതും, അതുപോലെ തന്നെ ഓരോരോ ആപ്പുകൾ എന്ത് ചെയ്യാണ് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആപ്പുകൾ ബുക്ക് ചെയ്യാൻ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള രജിസ്റ്റർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ആപ്പുകളൊക്കെ ഉദ്ഘാടനം ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ഓരോരോ എന്താണ് ഓരോരോ പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ആര് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മളെ മമ്മൂക്ക. അപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിക്ക് ഇതൊക്കെ ഫണ്ട് വേണം. ഫണ്ട് എന്ന് പറഞ്ഞാൽ സിനിമയിൽ നിന്ന് കിട്ടുന്ന ഫണ്ടും, അതുപോലെ തന്നെ അതിന് ബിസിനസ് ചെയ്തിട്ടുള്ള ഫണ്ടൊക്കെ ഇതിന് ഇപ്പം ഇതിന് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങളുമായിട്ട് ഒരുപാട് അടുത്തിടപഴകി നിൽക്കുന്ന, അടുത്തിടപെടലല്ല, അടുത്തിടപഴകി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകൊണ്ടിരിക്കുകയാണ് നമ്മളെ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ. അത് മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ, മലയാളത്തിൻ്റെ എന്താ പറയുക, മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം ആയ മമ്മൂക്ക ഇപ്പൊ ജനങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ഹൃദയം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരുണ്യ പ്രവൃത്തിയിലൂടെ ആണ് ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചെയ്യണത്. ഓരോരോ പരിപാടികൾ നമുക്കറിയണതാണ്. ഇത് ഇന്നലെ തുടങ്ങിയതല്ല, അല്ലെങ്കിൽ ഇന്നലെ തുടങ്ങിയതല്ല, മിഞ്ഞാന്ന് തുടങ്ങിയതല്ല. ഓരോരോ കൊല്ലങ്ങളായിട്ട് എന്താണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, ചാരിറ്റിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ മമ്മൂക്കാടെ ഈ പരിപാടിയൊക്കെ കാണുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിനോട് ആർത്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കമന്റുകളും പല വീഡിയോസൊക്കെ ആയിട്ടുള്ള അത് വേറെ സെക്ഷൻ ഉണ്ട്. അപ്പൊ അതിലേക്കൊന്നും നമ്മൾ കിടക്കില്ല. കാരണം ഒരാള്, അത് പ്രത്യേകിച്ച് മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് അദ്ദേഹത്തിന്റെ തിരക്കിനിടയിലും ജനങ്ങളെ സ്നേഹിക്കാനും ജനങ്ങളെ കൈകോർത്ത് പിടിക്കാനും അദ്ദേഹത്തിന് സമയം കണ്ടെത്തുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ മമ്മൂക്കാണ്. അതായത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് ഒരുപാട് സഹായങ്ങൾ ഇങ്ങനെ ഈ ഫാൻസിന്റെ ലെവലിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. വെൽഫെയർ അസോസിയേഷൻ അത് വേറെ ഉണ്ട്. അത് പോരാത്തതാണ് ഇപ്പൊ ഈ പറഞ്ഞത്, ഓരോ ആശുപത്രികളും മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് കൈകോർത്തുകൊണ്ട് ജനങ്ങളിലേക്ക് കാരുണ്യ പ്രവർത്തികൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഇതിൽ കൂടെ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക. അതായത് ഓരോരോ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അവിടെ കണ്ണാശുപത്രിയും മമ്മൂട്ടിയും കൂടി സഹകരിച്ചിട്ടുള്ള അത് വേറെ, ഇത് വേറെ, മറ്റേ വേറെ, മറിച്ചേ വേറെ. അപ്പോൾ ഇനി ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് എന്ത് ചെയ്യാണ് മമ്മൂക്കയുടെ സഹായങ്ങൾ കിട്ടട്ടെ. അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ഇതുപോലെ ചാരിറ്റിപരമായിട്ട് സഹായങ്ങൾ കിട്ടട്ടെ. അതുപോലെ തന്നെ മമ്മൂക്കാക്ക് ഇനിയും ഒരുപാട് ആൾക്കാർക്ക് സഹായങ്ങൾ എത്തിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.